നമസ്കാരം. നാളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാളാകുന്നു. ഭഗവാന്റെ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് നാളെ. ഭഗവാന്റെ നാമങ്ങളാൽ ഭൂമിയിൽ ഭഗവത് ചൈതന്യം നിറയുന്നതായ ദിവസം. നാളത്തെ ദിനം ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ, ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കർമ്മഫലം എന്ത് തന്നെ ആയിരുന്നാലും ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ വരിക തന്നെ ചെയ്യും. അഥവാ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കും. ഭഗവത് ചൈതന്യം നിറയുന്നതാകുന്നു. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇതിലും വലിയ ഭാഗ്യം മറ്റെന്ത് വേണം ജീവിതത്തിൽ? അതിനാൽ മറ്റു ദിവസങ്ങൾ പോലെയല്ല ഈ ദിവസം. ഭഗവാനെ ആരാധിക്കുന്നവർക്കും ഭഗവത് ചൈതന്യം നിറയുന്നതിനായി മാറ്റി വച്ചിരിക്കുന്ന ദിവസം കൂടിയാകുന്നു. നാളെ മറക്കാതെ നാം വീടുകളിൽ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം. അഷ്ടമി തിഥി ആരംഭം വരുന്നത് ഓഗസ്റ്റ് 26 അതിരാവിലെ തന്നെയാകുന്നു. ഓഗസ്റ്റ് 27 വെളുപ്പിന് 2:19 തിഥി അവസാനിക്കുകയും ചെയ്യുന്നു. രോഹിണി നക്ഷത്രം ഓഗസ്റ്റ് 26 വൈകുന്നേരം 3:55 ആരംഭിച്ച് ഓഗസ്റ്റ് 27 വൈകുന്നേരം 3:38 അവസാനിക്കുന്നതുമാണ്. നാളെ വ്രതമെടുക്കുന്നവർ പാരണ ചെയ്യേണ്ട സമയം ഓഗസ്റ്റ് 27 വൈകുന്നേരം 3:38 മുൻപാകുന്നു. സാധിക്കാത്തവർ ഓഗസ്റ്റ് 27 രാത്രി 12:45 പാരണ വീടാവുന്നതാണ്. വിശേഷാൽ സമയത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ഈ സമയം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, ഓർത്തിരിക്കേണ്ടതായ സമയമാകുന്നു. ഓഗസ്റ്റ് 27 അർദ്ധരാത്രി 12:17 മുതൽ 1:03 വരെയുള്ള സമയമാകുന്നു. അർദ്ധരാത്രി 1:03 വരെയുള്ള സമയം. ഈ സമയം പ്രത്യേകമായി തന്നെ ഓർത്തു വച്ചോളൂ. ഈ സമയം ചില കാര്യങ്ങൾ നാം ചെയ്തിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം അത്രമേൽ വിശേഷപ്പെട്ടതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അതിരാവിലെയും വൈകുന്നേരവും 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ആദ്യമായി ചെയ്യേണ്ടത്. കൃഷ്ണനാമങ്ങൾ ഈ സമയം ജപിക്കേണ്ടതാകുന്നു. അതിരാവിലെ കണി കാണേണ്ടതായ വസ്തുക്കളെ കുറിച്ച്, ആ വിശേഷപ്പെട്ട കണി കാണേണ്ട വസ്തുക്കളെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കണ്ട് നാളെ ഈ വസ്തുക്കൾ കണി കാണുവാൻ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം നടത്തുന്നത് അതീവ ശുഭകരമായ കാര്യമാകുന്നു. ഏവരും അതിനായി സമയം മാറ്റിവയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇന്നേ ദിവസം സമ്മാനങ്ങൾ നൽകുന്നതും മധുരം, വസ്ത്രം എന്നിവ നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സദ്യ നൽകുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. സാധിക്കുന്നവർ ആ കാര്യം കൂടി ചെയ്യുക. ഭഗവാന് നൽകുന്നതിന് തുല്യം തന്നെയാണ് നാളെ കുട്ടികൾക്ക് സദ്യ നൽകുന്നത്. സാധിക്കുന്ന ഏവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുഷ്പം, മഞ്ഞ പുഷ്പങ്ങൾ നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഈ പുഷ്പം നാളെ സമർപ്പിക്കുന്നതിലൂടെ, അഥവാ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായി തീരും. അതേപോലെ മറ്റു ചില പുഷ്പങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. അത് താമരയാകുന്നു. താമരയും സമർപ്പിക്കുന്നത് വിശേഷമാണ്. കൂടാതെ നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. ക്ഷേത്രത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ്. കൂടാതെ നാളെ ഭഗവാന് തുളസിമാല, തുളസിയില കാൽപാദങ്ങളിൽ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും വിശേഷം തന്നെയാണ്. സാധിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ തുളസിമാല സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ ചീട്ടാക്കി ആ വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം ചെയ്യുന്നത് ഭഗവത് പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സദ്യ എന്ന കാര്യത്തിലാണ്. കാരണം ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മധുരമടക്കം സദ്യ വീടുകളിൽ ഒരുക്കുന്നത് അതീവ ശുഭകരമായ കാര്യമാകുന്നു.
നിങ്ങൾക്ക് സാധിക്കുന്ന വിഭവങ്ങൾ വച്ച് സദ്യ തയ്യാറാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാൽപായസം നാളെ തയ്യാറാക്കുന്നതും വിളക്ക് തെളിയിച്ച് അത് ഭഗവാന് സമർപ്പിച്ച് അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. വീട്ടിലെ ഏവരും ഒരുമിച്ച് നാളെ സദ്യ കഴിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. ആദ്യം ഗണപതി ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും സദ്യ വിളമ്പിയതിനു ശേഷം ഏവരും കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നദാനത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ സംഖ്യ അത് ചെറിയ സംഖ്യയാണ് എങ്കിൽ പോലും നിങ്ങൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്രതം എടുക്കുന്നവർ നാളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി അറിയാം. നിർജ്ജല വ്രതം നാളെ എടുക്കുന്നത് ശുഭകരമായ കാര്യം തന്നെയാകുന്നു. അർദ്ധരാത്രി വ്രതം അവസാനിപ്പിക്കണം. ആ സമയത്തെക്കുറിച്ച് മുൻപ് പരാമർശിച്ച ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പാരണ വീടാവുന്നതുമാണ്. ഭഗവാന്റെ വിഗ്രഹം ഇന്നേ ദിവസം കുളിപ്പിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുകയും അതോടൊപ്പം ഭഗവാന് തുളസിമാല ചാർത്തുന്നതും കളഭം ചാർത്തുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. നാളെ ഭഗവാന് കുറി അണിയിക്കുന്നതും അതീവ വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് മുൻപ് പരാമർശിച്ച ആ വിശേഷാൽ സമയത്ത് ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഓഗസ്റ്റ് 27 അർദ്ധരാത്രി 12:17 മുതൽ രാത്രി അർദ്ധരാത്രി 1:03 വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതായ സമയം തന്നെയാകുന്നു. ഈ സമയത്ത് നാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻപ് പരാമർശിച്ച ഈ സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. ഭഗവാന്റെ സാന്നിധ്യം ഇരട്ടിക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും നിലനിർത്തുന്നതിനും സഹായകരം തന്നെയാകുന്നു. അതിനായി ഈ കാര്യങ്ങൾ ചെയ്യുക. റോസാപുഷ്പം, ധാന്യം, ഗോതമ്പ് അല്ലെങ്കിൽ അരി, പുഷ്പങ്ങൾ അത് മുൻപ് പരാമർശിച്ച പുഷ്പങ്ങളാകാം. ചന്ദനത്തിരി, കുങ്കുമം, കർപ്പൂരം, ചന്ദനം, വെറ്റില, മഞ്ഞൾ, തുളസി, തേൻ, പഞ്ചസാര, നെയ്, പാൽ, 3 ഏലക്ക എന്നിവ ഒരു താലത്തിൽ നിങ്ങൾ എടുക്കുക. ഇത് ഭഗവാന് സമർപ്പിക്കുക. അതോടൊപ്പം സെപ്പറേറ്റ് ആയി വെറ്റിലയും അടക്കയും ഭഗവാന് സമർപ്പിക്കുക. ഫലങ്ങളുണ്ട് എങ്കിൽ അവയും ഭഗവാന് സമർപ്പിക്കുന്നത് ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ സമയം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രം ഇപ്രകാരമാണ്: ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നാകുന്നു. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നാണ് ഏവർക്കും അറിയാവുന്നതായ മന്ത്രം തന്നെയാകുന്നു. 108 ജപിക്കുക. ഈ സമയം ഏകാഗ്രതയോടെ തന്നെ നിങ്ങൾ ജപിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നതായ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയത്തിന് പ്രാധാന്യം നൽകുകയും ഈ വസ്തുക്കൾ ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. ഈ പരാമർശിക്കുന്ന വ്യക്തികൾ നാളെ വിളക്ക് തെളിയിക്കുന്നത് അത്ര ശുഭമല്ല. വിളക്ക് കൊളുത്തരുത് എന്ന് തന്നെ പറയാം. പുലവാലായ്മ ഉള്ളവർ, മാസമുറയുള്ളവർ ഒരിക്കലും ഈ ദിവസം അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഒരിക്കലും ഇവർ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ വിളക്ക് തെളിയിക്കുന്നവർ വിശ്വാസത്തോടെ തന്നെ, പൂർണ്ണമായി വിശ്വാസത്തോടെ തന്നെ വിളക്ക് തെളിയിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത വ്യാഴാഴ്ച അത് നിങ്ങൾക്ക് എന്നാണ് പറ്റുന്നത് എങ്കിൽ ആ ദിവസം പാൽപായസവും തുളസിമാലയും ഭഗവാന് സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ ഇപ്രകാരം വഴിപാട് നടത്തുന്നതും ആ പ്രസാദം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.